ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയും കാറ്റും ഇടിയും ഒക്കെ ആയിട്ട് ഇന്ന് വെളുപ്പിനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നടക്കാൻ പോകുമ്പോഴൊക്കെ ആയാലും ചെറിയൊരു പാറൽ പോലെ ഉണ്ടായിരുന്നു. ചാറ്റൽ മഴ എന്ന് പറയില്ലേ, അതുപോലെ ചെറിയ പാറിപ്പോണ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ ദേ ചായക്കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ തന്നെ അയിത്തേട്ടൻ ദേ സാമിപ്പാട്ടൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഈ അയ്യപ്പസ്വാമിയുടെ പാട്ടുണ്ടല്ലോ, നമ്മുടെ NG ശ്രീകുമാർ സാറ് പാടുന്ന അത്ര ഒരു ഫീലിൽ വേറെ ആർക്കും പാടാൻ കഴിഞ്ഞിട്ടില്ല എന്നെനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരുടെ വോയിസിൽ ഈ സാമിപ്പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ അങ്ങനെ സാമിപ്പാട്ടൊക്കെ വെച്ച്, പിന്നെ അതുപോലെ ഈ തണുത്തൊരു അന്തരീക്ഷം, നല്ല രസമുള്ള അന്തരീക്ഷമാണ് കേട്ടോ. അതായത് തണുത്ത ഒരു മുറ്റവും അതുപോലെ മഴത്തുള്ളികളൊക്കെ വീണ് ഈ മരമൊക്കെ ഇങ്ങനെ നനഞ്ഞ് നിൽക്കണ ഒരു ഇത് ഭയങ്കര രസമാണ്. രാവിലത്തെ ഒരു വൈബ് എന്ന് പറയണേ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് രാവിലെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയെന്ന്. ആ കിളികളുടെയൊക്കെ സൗണ്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ ദേ അപ്പു കൂട്ടിക്കിടന്നിട്ട് അവളെ വിടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കാട്ടിക്കൂട്ടുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ അവളെ വിടുന്നില്ല. കാരണം ഇന്ന് കുറച്ച് നേരത്തെ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ ആകെ അങ്ങോട്ട് സ്വീപ്പായി പോവും. കാരണം അയിത്തണ്ണും പോകണമല്ലോ. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ലേറ്റായി പോകും. അവളെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വേഗം കയറില്ല കൂട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അത് ഇന്ന് നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. സാധാരണ മീൻ ചെറിയ മത്തികളാണല്ലോ നമുക്ക് കിട്ടാറ്. ഇപ്പോൾ കുറച്ചായിട്ട് ചെറിയ മത്തിയാണ് കിട്ടാറ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മീൻ മേടിക്കണമെന്ന് വിചാരിച്ചല്ല. അപ്പോൾ നാളത്തേക്കാണ് കേട്ടോ മീൻ. അപ്പം ഞാൻ വേഗം തന്നെ ചടപടയെന്ന് എൻ്റെ കുളിയും കഴിഞ്ഞ് വന്നു. അമ്മേനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അമ്മ അങ്ങനെ ടാറ്റ ബൈ ബൈ സീ ഒക്കെ പറഞ്ഞ് പോയി. ഇനിയിപ്പം 5:45 6 മണി ആവാതെ ഇനി അമ്മേനെ നോക്കണ്ട. അങ്ങനെ ദേ ഞങ്ങൾ നേരെ ഇനിയിപ്പം പോകാനുള്ള സ്ഥലം വേറെ അങ്ങോട്ടല്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ. എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സാരി എടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ രാധച്ചിച്ചിയുടെ അടുത്തേക്കാണ് കേട്ടോ വന്നേക്കണത്. അത് വേറെ ആരുമല്ല, ഇത്തൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് കേട്ടോ. എനിക്ക് ചേച്ചി സ്റ്റിച്ച് ചെയ്താലാണ് ബ്ലൗസ് എനിക്ക് റെഡി ആവുള്ളൂ. അപ്പം എൻ്റെ എല്ലാ ബ്ലൗസുകളും ചേച്ചി തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണേ. നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ കുടിക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ചായക്ക് പുട്ടും അതുപോലെ ചിക്കൻ കറിയാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് പുട്ടും ചിക്കൻ കറിയും കൂട്ടാൻ നല്ലപോലെ പൂതിയാവുന്നുണ്ട് എന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പൂതികളാണ് കേട്ടോ. അപ്പം കുറേ ആയി നമ്മൾ ഉണ്ടാക്കിയിട്ട് ചിക്കൻ അങ്ങനെ വാങ്ങിക്കാറില്ല. അതുപോലെ പുട്ടും അയിത്തണ്ട് പുട്ട് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ പുട്ടും ഉണ്ടാക്കാറില്ല. പിന്നെ നമ്മൾ കുറേ ആയിട്ട് ഗോതമ്പിൻ്റെ ഈ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവും അങ്ങനെയൊക്കെയാണല്ലോ. അരിയാഹാരം അങ്ങനെ ഒരു നേരമല്ലേ ഞങ്ങൾ കഴിക്കാറുള്ളൂ. അപ്പം ഇന്നിപ്പോൾ എന്തോ പുട്ടും ചിക്കൻ കറിയും കഴിക്കാൻ വേണ്ടി ഭയങ്കര ഒരു പൂതി തോന്നി. അപ്പോൾ ഇന്നലെ അതിൽ തന്നെ വന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ ഇത് അരിയൊക്കെ അടപ്പത്തിടുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റേതായ പണിയിലേക്ക് ഞാനിങ്ങനെ കിടക്കും. അതിൽ അപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.